ഇളയ മകൻ പഠിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്. ലീവിന് വന്ന സമയത്ത് സ്റ്റെപ്പ് കയറി മേളോട്ട് പോയപ്പോൾ കാലൊന്ന് പെട്ടെന്ന് മടങ്ങി. പക്ഷേ ഇയാൾ അത് കാര്യമാക്കാതെ തിരിച്ച് താഴെ വന്ന് പിള്ളേരുമായിട്ട് പോയി പന്ത് കളിച്ചപ്പോൾ ഇയാൾക്ക് ഭയങ്കരമായ വേദന വന്ന് അവിടെ വെച്ച് കളി നിർത്തി വീട്ടിൽ വന്നു. അന്നൊന്നും പറഞ്ഞില്ല. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, അമ്മ എൻ്റെ കാലിന് ഭയങ്കര വേദന ഉണ്ട്, ഞാൻ പന്ത് കളിച്ചപ്പോൾ വന്നു. അപ്പം ഞാൻ പന്ത് കളിച്ചപ്പോൾ അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ മേളിൽ കയറിയപ്പോൾ ഇങ്ങനെ സംഭവിച്ചു. അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്ന് പന്ത് കളിച്ചായിരുന്നു. അങ്ങനെ സംഭവിച്ചതാണ്. ആ ആഴ്ച തന്നെ മോന് തിരിച്ചു പോകണമായിരുന്നു. അങ്ങനെ മോൻ തിരിച്ചു പോയി. ഇയാൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട്, അമ്മ എനിക്ക് വേദന കൂടുന്നുണ്ട്, കാലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു. 2 ആഴ്ച ആയപ്പോഴത്തേക്ക് തിരിച്ചാൾ വന്ന്. അപ്പോൾ ഡോക്ടർ ഞങ്ങൾക്ക് എഴുതി തന്ന് സ്കാൻ ചെയ്യാൻ. ഞങ്ങൾ സ്കാൻ ചെയ്ത റിപ്പോർട്ടായിട്ട് പിറ്റേ ദിവസം ഡോക്ടറെ അടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാലിൽ ലിഗമെന്റ് പൊട്ടിപ്പോയി, ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. 6 മാസം ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത് ചെയ്യേണ്ട ഓപ്പറേഷനാണ്, കിടക്കേണ്ടതാണ്. ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊച്ചിന് പെട്ടെന്ന് എഴുന്നേറ്റൊന്നും എടുക്കാനൊന്നും പറ്റില്ല. 6 മാസം കഴിഞ്ഞാൽ പോലും തന്നെ അവന് ചെറിയ ചെറിയ കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ, വേറെയുള്ള കാര്യങ്ങളൊന്നും ഓടിച്ചാടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 28-ാം തീയതിന് ഡേറ്റ് എഴുതിയിട്ടിട്ട് തിരിച്ചു വന്ന്. എക്സാം കഴിഞ്ഞ പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് അച്ഛനെ ടോക്കൺ എടുത്ത് അച്ഛനെ കാണിച്ച് ജോസഫച്ചൻ മോനെ പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് ചേത്ത് പൂശി വിട്ടു മോനെ. അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെളിയിലൊരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് ഓടി ചെന്നപ്പോഴത്തേക്ക് 2 മഴവില്ല് മേളിൽ നിരഞ്ഞു. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ 2 മഴവിൽ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ മകനെ മാതാവ് തൊട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും എൻ്റെ മകൻ മാതാവിൻ്റെ സന്ദേശം എനിക്ക് കിട്ടിയത്. എനിക്ക് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് പനിയായി. ഞാൻ പനിയുടെ മരുന്നും കഴിച്ച് ഞാൻ ഒരു ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ഞങ്ങളുടെ വാടിപ്പള്ളി ഇടവകയിൽ ആരാധന നടക്കുന്നു, ഭയങ്കരമായ സ്തുതിപ്പ് ആരാധന. അപ്പം ഞാൻ അവിടെ നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് പള്ളിയുടെ സൈഡിലൂടെ ഒരു പുഴ ഒഴുകി പോകുന്നു. ആ പുഴയുടെ സൈഡിലൂടെ അച്ഛൻ നടന്നു വരുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അച്ഛനെ കണ്ട്. ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൻ ഇങ്ങനെ വയ്യ. അപ്പം അച്ഛൻ എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, എല്ലാം മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിൻ്റെ അടുത്ത് തിരിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഒന്നും കൂടെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി റിസൾട്ട് കാണിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിനോട്, വേറൊന്നും ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ഒന്ന് ചിരിച്ച് എന്നെ നോക്കി, ചിരിച്ചിട്ട് പറഞ്ഞു, മോൻ നടന്ന് നോക്കട്ട്, അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം അവനെ ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടില്ലേ മാതാവേ, ഞാൻ ഇത്രയും വിചാരിച്ചോളൂ എൻ്റെ അമ്മ എടുത്ത്. അമ്മ എനിക്ക് വചനത്തിൽ തന്നെന്ന് പറഞ്ഞാൽ രക്ഷിക്കാനാവാത്ത കര ഒരിക്കലും കുറുകിപ്പോയിട്ടില്ലെന്നാണ്. പക്ഷേ അമ്മ പറഞ്ഞത്, നീ സങ്കടപ്പെടണ്ടെന്നാണ് എപ്പോഴും എന്നോട് പറയും. ഞാൻ അമ്മയെ, എൻ്റെ മകന് സുഖം തന്നില്ലെങ്കിൽ എല്ലാവരും പറയത്തില്ല അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് കിട്ടി. എനിക്ക് വിശ്വാസമുണ്ട്, കാരണം ഞാൻ എടുക്കുമ്പോൾ കിട്ടുന്ന വചനങ്ങളെല്ലാം നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് പരിശുദ്ധ അമ്മ എൻ്റെ മകന് തരുമെന്നാണ് ഞാൻ പറഞ്ഞത്.